മസാലകളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മട്ടൺ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന വിഭവമാണ് മട്ടൻ ഭുന ഗോഷ്ട്. നാൻ, ബ്രെഡ്, റൊട്ടി എന്നിവയുടെ കൂടെയൊക്കെ ഒരു നല്ല കോമ്പിനേഷനാണ് ഈ ഒരു മട്ടൻ വിഭവം. നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഈ മട്ടൻ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ? നമുക്കായി ഇന്നത് പരിചയപ്പെടുത്തുന്നു തസീന. മട്ടൻ ഭുന ഗോഷ്ട് തയ്യാറാക്കാനായിട്ട് വേണ്ട ചേരുവകൾ: 1 കപ്പ് എണ്ണ, 250 ഗ്രാം മട്ടൻ, 3 സവോള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 2-3 തക്കാളി അരിഞ്ഞത്, 1 കപ്പ് തൈര്, 1 ടീസ്പൂൺ ഗരം മസാല, 2-3 കറുവയില, 1 ടീസ്പൂൺ കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലിയില അരിഞ്ഞത്, പച്ചമുളക്. ഇനി ഇത് തയ്യാറാക്കാം. അതിനായി ഒരു കുക്കറിൽ എണ്ണ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് കറുവയില, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, കറുവപ്പട്ട എന്നിവ ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വഴറ്റിയ ശേഷം മട്ടൺ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കുക. അടുത്തതായി ഇതിലേക്ക് വെള്ളം ചേർത്ത് വേവിക്കാം. എന്നിട്ട് ലിഡ് അടച്ച് 2-3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കുക. അടുത്തതായി പാൻ എടുത്ത് എണ്ണ ചേർക്കുക. അരിഞ്ഞ സവാള അതിലേക്കിട്ട് ചെറിയ ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റുക. തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എന്നിവയിട്ട് 4-5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈ സമയം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള മട്ടൺ പാകമായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ വെന്തോ എന്നൊന്ന് നോക്കാം. ആവശ്യത്തിന് പാകമായിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വെച്ച കൂട്ടിലേക്ക് ചേർത്തിളക്കുക. ഇതിലേക്ക് ഇനി തൈരും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി പാകം ചെയ്യുക. ഒരു 4-5 മിനിറ്റ് പാകം ചെയ്തെടുക്കുക. ഇനി മട്ടൺ വേവിച്ച വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി പാകം ചെയ്യുക. ഇതിലിനി കസൂരി മേത്തിയും പച്ചമുളകും വട്ടത്തിലരിഞ്ഞ സവോളയും ഒക്കെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ മട്ടൻ ഭുന ഗോഷ്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മട്ടൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. നിങ്ങളും വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.